ഹലോ ഡിയേഴ്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിനെ പറ്റിയിട്ട് പറയുന്ന സംഭവത്തിനാണ്. ഇത്രയും നല്ലൊരു ഹീറോനെ നമുക്ക് കാണാൻ കിട്ടില്ല ഒരിക്കലും. ഇത്രയും അധികം ഇപ്പോൾ ന്യൂ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റിയിലുള്ള എത്രയോ അധികം നടന്മാരെ പറ്റിയിട്ട് അപവാദങ്ങൾ വന്നു. സിദ്ദീഖിനാവട്ടെ, അല്ലെങ്കിൽ ജയസൂര്യ ആവട്ടെ, ഒരുപാട് നടന്മാരെ പറ്റി പേരുകൾ ഇഷ്ടംപോലെ വന്നപ്പോൾ. പക്ഷെ നമുക്കൊക്കെ അവരൊക്കെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോഴായി കഴിഞ്ഞാലും ഇതൊക്കെ ശരിയാകും തോന്നുന്നുണ്ട്. പക്ഷെ നിവിൻ പോളിന് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല നമുക്ക്. ബിക്കോസ് ഹീ ഈസ് എ വെരി വെരി ബെസ്റ്റ് ഹീറോ ആൻഡ് ജെൻറ്റിൽ പേഴ്സൺ. പിന്നെ ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഓടി വന്നില്ലേ, എന്താ പറയുക, മീഡിയനെ വിളിച്ചിട്ട് നമ്മളെ മുന്നേക്ക് ഓടി വന്നില്ലേ. അതല്ലേ കട്ട ഹീറോയിസ് എന്ന് പറയുന്നത്. അവൾക്ക് ചാൻസിന് വേണ്ടിയിട്ട് അവളെ വിളിച്ചു തരാ. ഇനി നിവിൻ പോളി ആരാ, ഡയറക്ടറാണോ? ഞാൻ നിനക്ക് ചാൻസ് തരാം എൻ്റെ അടുത്ത പടത്തേക്ക് നടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതൊരു നടനല്ലേ. നടൻ ചാൻസ് വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോയാ, അല്ലെങ്കിൽ ചാൻസ് തരാണ്ട് അവളുടെ അടുത്തേക്ക് പോയാ. ഇമാതിരി ഉടായ്പകളൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നൊരു പിടുത്തില്ല എൻ്റെ പൊന്നോ. ഇനി ഇതിൽ പെട്ടോരങ്ങനെ നീ ഒന്ന് പോയിട്ട് നിവിൻ പോളിയുടെ പേര് പറയട്ടാ എന്ന് പറഞ്ഞ് നമുക്കറിയാൻ പറ്റുമല്ലോ. ഞങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്ര പൈസ തരാൻ നിൽക്ക്. അതിൽ പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണേ കാലം പോയ പോക്ക്. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞു, അങ്ങനെ ഇരിയുമ്പോളിനെ ഞങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കൂല കേട്ടാ. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, ബൈ ബൈ.